കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നുവന്ന CPI കാസർഗോഡ് മണ്ഡലം സമ്മേളനം സമാപിച്ചു. പാർട്ടിയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ CP മുരളി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സംസ്ഥാനത്ത് LDFന് അനുകൂലമായ സാഹചര്യമാണെന്നും ഭരണ തുടർച്ച പ്രതീക്ഷിക്കാവുന്നതാണെന്നും CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ CP മുരളി പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലെ BV രാജൻ നഗറിൽ നടന്ന CPI കാസർഗോഡ് മണ്ഡലം സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഭരണത്തെ തകർക്കാൻ പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളുമെല്ലാമായി പൊതുജന അഭിപ്രായം സൃഷ്ടിച്ച് തെറ്റായ വഴിയിലൂടെ ജനങ്ങളുടെ അഭിപ്രായം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ UDFും BJPയും ചില ജാതി സമുദായ സംഘടനകളും കൂടെ ചില മാധ്യമങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഹമ്മദ് ആരിഫ് ഖാന്റെ പിൻഗാമിയായി വന്ന ഇപ്പോഴത്തെ ഗവർണർ RSSന്റെ രാഷ്ട്രീയ കേന്ദ്രമാക്കി രാജ്ഭവനെ മാറ്റാൻ ശ്രമിക്കുകയാണെന്നും CP മുരളി കുറ്റപ്പെടുത്തി. ഈ കേരളത്തിലെ ക്യാബിനറ്റിന്റെയും നിയമസഭയുടെയും എല്ലാം കേന്ദ്രത്തിന്റെ നോക്കി നിൽക്കുന്ന ഒരു പ്രതിനിധി നിയമസഭയിൽ ഗവൺമെന്റിന് വേണ്ടി ബജറ്റ് പ്രസംഗം നടത്തുന്നത് ഗവർണറാണ്. അദ്ദേഹം കേരള ഗവൺമെന്റിന് വേണ്ടി വർത്തമാനം പറയുന്ന ആളാണ്. അങ്ങനെ ഒരാൾ കേരളത്തിലെ ഒരു പ്രതിഷേധ സമരത്തിന്റെ നേരെ തെരുവിൽ കാട്ടിക്കൂട്ടിയത് നാം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായി ഇപ്പോഴത്തെ ഗവർണർ മാറുന്നുവോ എന്ന സംശയമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെ കണ്ടത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആ മട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് നീക്കം തുടങ്ങിയതായി നമുക്ക് 2-3 ദിവസമായി കാണാൻ കഴിയും. തുളസീധരൻ ബാനം, നാരായണൻ മൈലൂല, KT കിഷോർ, അശ്വതി അജികുമാർ എന്നിവരടങ്ങിയ പ്രസീഡിയവും K കുഞ്ഞിരാമൻ, K കൃഷ്ണൻ, ബിജു ഉണ്ണിത്താൻ, രാധാകൃഷ്ണൻ പെരുമ്പള, P രാജു എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും PP ചാക്കോ, യദുകൃഷ്ണൻ എന്നിവരടങ്ങിയ പ്രമേയ കമ്മിറ്റിയും ഉണ്ണികൃഷ്ണൻ മാടിക്കാൽ, നവീൻ തലക്കള എന്നിവരടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ MLA, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ T കൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജില്ലാ സെക്രട്ടറി CP ബാബു, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി V രാജൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KV കൃഷ്ണൻ, അഡ്വക്കേറ്റ് V സുരേഷ് ബാബു, മുൻ MLA M കുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ശ്രീജിത്ത് കുറ്റിക്കോൽ രക്തസാക്ഷി പ്രമേയവും ഹരിദാസ് പെരുമ്പള അനുശോചന പ്രമേയവും മണ്ഡലം സെക്രട്ടറി K കുഞ്ഞിരാമൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. പാർട്ടിയുടെ മുതിർന്ന നേതാവും ജില്ലാ കൗൺസിൽ അംഗവുമായ P ഗോപാലൻ മാസ്റ്ററാണ് പതാക ഉയർത്തി സമ്മേളനത്തിന് സമാരംഭം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.